പ്രചാരവേല നടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കേരളവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ശശി തരൂരിൻ്റെ ലേഖനം. അത് വളരെ ശ്രദ്ധേയമായ രീതിയിൽ ഇന്ന് ചില പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, ചില പത്രങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, കേരളത്തിൻ്റെ വ്യാവസായിക വളർച്ചയിൽ വളരെ ആവേശപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഉള്ള വസ്തുതകളെ തുറന്നു കാണിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിന് സാധിച്ചിട്ടുണ്ട്. 2.9 ലക്ഷം MSME സ്ഥാപിച്ചു എന്ന് അദ്ദേഹം കണക്ക് സഹിതം വിശദീകരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്ഥാനം 29-ൽ 28-ാം സ്ഥാനമായിരുന്നു നമുക്കുണ്ടായിരുന്നത് ഇന്ത്യയിൽ. അത് മാറി 1-ാം സ്ഥാനത്തെത്താൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം വളരെ സ്വസിദ്ധമായി പറഞ്ഞ വേറൊരു കാര്യം, ദൈവത്തിൻ്റെ സ്വന്തം നാട് അതാണ് കേരളമെന്ന് കൊട്ടിഘോഷിക്കുന്നത്. എന്നാൽ ബിസിനസ് കാര്യങ്ങളിൽ ചെകുത്താൻ്റെ കളിസ്ഥലമാണ് കേരളമെന്ന് ഞാൻ സാധാരണ പറയാറുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൽ വലിയ മാറ്റം വന്നതിൽ ആഘോഷിക്കേണ്ട കാര്യമാണ് എന്നാണ് ശശി തരൂർ ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആഗോള വളർച്ച 46% ഉണ്ടായത്. ലോകത്താകെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഭാഗമായിരുന്ന സ്റ്റാർട്ടപ്പ് മേഖലയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നത് പോലെ പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റാർട്ടപ്പുകൾ. അതിൽ കേരളം നേടിയിട്ടുള്ളത് 254% വളർച്ചയാണ്. അഖിലേന്ത്യ ലോകാടിസ്ഥാനത്തിൽ 46% വളർച്ച നേടുമ്പോൾ ഇന്ത്യയിലെ കേരളം 254% വളർച്ച നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആഗോള തലത്തിൽ നിന്ന് 5 ഇരട്ടി വളർച്ച നേടാൻ കേരളത്തിനായി എന്ന് കൃത്യമായി ശശി തരൂർ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ശശി തരൂരിൻ്റെ ഈ പ്രസ്താവന ഒന്നും നടക്കുന്നില്ല എന്ന പ്രതിപക്ഷ നേതാവിൻ്റെയും മഴവിൽ സഖ്യത്തിൻ്റെയും എല്ലാ ധാരണകളെയും പൂർണ്ണമായിട്ട് മാറ്റി ഒരു പുതിയ കേരളത്തിൻ്റെ വളർച്ചയെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സജീവമായ ഒരു ശ്രമമാണ് ശശി തരൂരിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അത് വസ്തുതാപരമാണ്. ആ വസ്തുതാപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറായിട്ടുള്ള ശശി തരൂരിനെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. കാരണം UDF ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചരണത്തിൻ്റെ കൃത്യമായ ബദൽ അതാണ്. ഞങ്ങളാരെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഒരു പ്രചരണമായിട്ട് മാത്രമേ മനസ്സിലാക്കുന്ന സ്ഥിതിയുള്ളൂ. ഇതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മണിപ്പൂരിൽ ഏറ്റവും അവസാനം 2 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ ബീരേൻ സിംഗിന് രാജിവെക്കേണ്ടി വന്നു മുഖ്യമന്ത്രിക്ക്. പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ BJPക്ക് ആഭ്യന്തര സംഘർഷം കൊണ്ട് സാധിച്ചില്ല. ജനങ്ങളുടെ മേലെ ഇപ്പോൾ പ്രസിഡന്റ് ഭരണം അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദി യഥാർത്ഥത്തിൽ BJPയാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂരിനെ സഹായിക്കാനുള്ള ഒരു നിലപാടും BJP സ്വീകരിച്ചിട്ടില്ല. പ്രധാനമന്ത്രി ഒട്ടും സ്വീകരിച്ചിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ അടിയന്തരമായിട്ടും തെരഞ്ഞെടുപ്പ് നടത്തി ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് മണിപ്പൂരിനെ തിരിച്ചുകൊണ്ടുവരാനും അവിടെ ഈ കലാപം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ നടത്താനും സാധിക്കേണ്ടതുണ്ട്. BJPയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഘർഷാത്മകമായ സാഹചര്യം സൃഷ്ടിക്കാൻ നേതൃത്വം കൊടുത്തത്. ഇപ്പോഴീ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നതിൻ്റെയും പിന്നിൽ BJP തന്നെയാണ് എന്ന് കാണാൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ട്രംപിൻ്റെ അമേരിക്കൻ സന്ദർശനം. ട്രംപ് അമേരിക്കയിൽ പോയിട്ട് ട്രംപിൻ്റെ അടുത്ത് പോയത് ട്രംപിൻ്റെ അടുത്ത് പോയതാണ് നരേന്ദ്രമോദിയുടെ ട്രംപ് കൂടിക്കാഴ്ച. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ പറഞ്ഞാൽ, നമ്മളെന്തോ വലിയ കാര്യം നടക്കാൻ പോകണം, ഒന്നുമില്ലെങ്കിൽ വിമാനങ്ങളിൽ കയ്യും കാലും കെട്ടിക്കൊണ്ടുവരുന്ന ഇന്ത്യൻ പൗരനെ ആ രീതിയിൽ കൊണ്ടുവരണ്ട. ഇപ്പോൾ ഏറ്റവും അവസാനം പഞ്ചാബ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. അമൃത്സറിൽ എന്തിനാണ് കൊണ്ടുവരുന്നത്, പഞ്ചാബിൽ എന്തിനാണ് കൊണ്ടുവരുന്നത്, എന്തടിസ്ഥാനത്തിലാണ് പഞ്ചാബിൽ ഇറക്കുന്നത്, ഞങ്ങൾ അവമാനിക്കലാണ് എന്ന് അവർ പറയുന്ന സംസ്ഥാനം പറയുന്ന സ്ഥിതി ഉണ്ടായി. പക്ഷേ ഒരക്ഷരം ട്രംപിനോട് പറയാൻ മോഡി തയ്യാറായില്ല എന്നുള്ളതാണ് അവസ്ഥ. അപമാനകരമായി ഈ കാര്യം സഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ കുടിയേറ്റക്കാരുടെ തെറ്റായ സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ്റിന് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഗവൺമെൻറ്റിന് ഇമാതിരി നിലപാട് സ്വീകരിക്കേണ്ടി വന്നത് എന്ന് പരോക്ഷമായി സമ്മതിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ
വ്യാവസായികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ചില യുദ്ധ ഉപകരണങ്ങൾ വാങ്ങാനുള്ള കരാറാണ് ഉണ്ടാക്കിയത്. മാത്രമല്ല ട്രംപ് പറഞ്ഞിരിക്കുകയാണ്, ചൈനയും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെടാൻ തയ്യാറാണ്. എല്ലാ കാലത്തും അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സമീപനം. ഇവിടെയെല്ലാം യുദ്ധത്തിൻ്റെ പശ്ചാത്തലം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് സാമ്രാജ്യത്വ നിലപാട്. ട്രംപിൻ്റെ നിലപാട് അതാണ്. അപ്പോൾ നമ്മളിവിടെ വാങ്ങിക്കൂട്ടാൻ തീരുമാനിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ യുദ്ധോപകരണങ്ങൾ തന്നെയാണ്. ഇതെല്ലാം അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടലിൽ ഇന്ത്യൻ സഹായമായിട്ട് വേണം കാണാൻ. ഇന്ത്യക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് യാതൊരു നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. തീരുവയുടെ പ്രശ്നം സംബന്ധിച്ചിടത്തോളം ഒരു അക്ഷരം ഉണ്ടാൻ കൂട്ടാക്കിയിട്ടില്ല. അവിടെ നരേന്ദ്രമോദി എത്തുന്നതിന് മുമ്പ് തന്നെ ശക്തിയായിട്ട് പറഞ്ഞു, ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ള തീരുവ വർധനവ് കുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അത് ഇന്ത്യയെപ്പറ്റി ഉദ്ദേശിച്ചാണ്. അതെന്നാൽ കുറക്കോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി ചർച്ചയും ചെയ്തിട്ടില്ല, ഒരു അക്ഷരം പറയാൻ തയ്യാറായിട്ടില്ല. ഒരു രാജ്യത്തിൻ്റെ ഉത്തമ താല്പര്യത്തെ ബലികഴിച്ചുകൊണ്ട് ദാസ്യവേല ചെയ്യുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ദയനീയമായ കാഴ്ചയാണ് ട്രംപിൻ്റെ മുമ്പിൽ നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ ചിത്രം. ഇതാണ് വളരെ ഗൗരവപൂർണമായ മറ്റൊരു സാഹചര്യം. ആരെ അല്ല, വസ്തുതാപരമായിട്ട് പറയുന്നത് അംഗീകരിക്കാൻ സാധിക്കാതെ കുറേ ആളുകളാണല്ലോ UDFൻ്റെ ഭാഗമായിട്ടുള്ളത്. അവർ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ആ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ഇതുപോലെ കൃത്യമായൊരു മറുപടി ഞങ്ങൾ ആര് പറഞ്ഞാലും സത്യം പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല. കാരണം ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് പറയുന്നു എന്നാണ് കാണുക. എന്നാൽ വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് ചെകുത്താൻ്റെ കളിസ്ഥലമാണ് കേരളം ബിസിനസ് മേഖലയിൽ എന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. അത് തെറ്റാണെന്ന് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. അത് ആഘോഷിക്കേണ്ടതാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വളരെ നല്ല രീതിയിലുള്ള ഒരു വിശകലനമാണ്. അദ്ദേഹത്തിന് ആ രീതിയിൽ എഴുതാൻ കഴിയുന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്ന എല്ലാവർക്കും അറിയാലോ. ഇന്ത്യയെപ്പറ്റി ഉൾപ്പെടെ അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. ശശി തരൂർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്. അത് വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ഗഹനമായ രീതിയിൽ എഴുതാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും ശേഷിയും. അത് ഇതുപോലുള്ള ഒരു മാസികയിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയപ്പോൾ അതിന് വലിയ രീതിയിലുള്ള മാനം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാനാകുന്നത്. അത് UDFൻ്റെ അകത്ത് സ്വാഭാവികമായിട്ടും പ്രശ്നം ഉണ്ടാകും. കഴിയില്ല. അല്ല, 592 കോടി രൂപ എങ്ങനെയാണ് ഇപ്പോൾ ഈ 1.5 മാസം കൊണ്ട് ചിലവഴിക്കുക എന്നുള്ളത് ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടി വരും. വേറെ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇല്ലെങ്കിൽ അവരോട് ഗവൺമെൻറ്റിനോട് വീണ്ടും പറയേണ്ടി വരും. ഒരുമിച്ച് സമരം ചെയ്യുന്നത് ഞങ്ങൾക്ക് എന്ത് തടസ്സം ഉണ്ടാകേണ്ടത്? അവരല്ലേ ഞങ്ങൾ ഒന്നിച്ച് സമരം ഇല്ല എന്ന് പറഞ്ഞത്. ഒന്നിച്ച് സമരങ്ങളിലേക്ക്, പ്രക്ഷോഭങ്ങളിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. ഞാനിത് പറഞ്ഞത് കേരളത്തിൻ്റെ വികാരമാണ്. അതിൽ UDF LDF ഒന്നും നോക്കേണ്ട കാര്യമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കാര്യം നോക്കേണ്ടിയില്ല. കേരളത്തിൻ്റെ പൊതുവികാരം ഇതുപോലെ കേരളത്തെ മായ്ച്ചു കളഞ്ഞ ഒരു ബഡ്ജറ്റ് സംവിധാനം, ഒരു സാമ്പത്തിക നിലപാട് ഇതിനു മുമ്പ് ഒരിക്കലും എടുത്തിട്ടില്ല. അപ്പോൾ അതിനെതിരായിട്ട് വരാൻ സാധ്യതയുള്ള മുഴുവൻ വിഭാഗങ്ങളെയും ചേർത്ത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നു. ഞങ്ങൾക്ക് പൂർണ്ണമായ സമ്മതം മാത്രമേ ഉള്ളൂ. ആരുമായിട്ടും ചേർന്ന് മുമ്പോട്ടേക്ക് UDF ഉൾപ്പെടെയുള്ള ആരുമായിട്ടും ചേർന്ന് മുമ്പോട്ടേക്ക് പോകാൻ തയ്യാറാണ്. UDFന് മാത്രമാക്കേണ്ടിയില്ലല്ലോ, എല്ലാവരുമായിട്ട്. അതായത് ഞാൻ പറഞ്ഞത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പോരാട്ടമാണ് വേണ്ടത്. കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് വേണ്ടത്. കേരളത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം സംഘടിപ്പിക്കണം. അതിലപ്പോൾ രാഷ്ട്രീയം ഇന്ന പാർട്ടി നോക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും ചേർന്ന് പോകാൻ പറ്റും. അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് നിലനിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. എന്തു ചെയ്താലും കേരളത്തിലുള്ള ആളുകൾ സഹിക്കും എന്നൊരവസ്ഥ വരുന്നത് ശരിയായൊരു സന്ദേശമല്ലല്ലോ നൽകുക.